പൈത്തൺ സീരീസിൽ നമ്മളൊരു പ്രൊജക്റ്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഹാങ്മാൻ പ്രൊജക്റ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് സ്റ്റെപ്പിനകത്ത് നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയും ചെയ്തു. നമ്മൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ അതിൻ്റെ ഫ്ലോ ചാർട്ട് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെയായിരിക്കും ഫ്ലോ ചാർട്ടിനകത്ത് വരുന്നത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കാം. സോ നമുക്ക് ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യമേ നമുക്കൊരു സ്റ്റാർട്ട് വേണം. അതായത് നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നു. സോ നമ്മൾ ഈ ഒരു പ്രോഗ്രാമിനകത്ത് അതായത് ഹാങ്മാൻ, അതായത് ഒരു ഹാങ്ങായി കിടക്കുന്ന ഒരു മാനിൻ, അതായത് ഒരാളെ ഹാങ്ങും ചെയ്യാതെ നിർത്തുക എന്നുള്ളതാണ് നമ്മുടെ ഗെയിം എന്ന് പറയുന്നത്. ഹാങ് ആയിട്ടുണ്ടെങ്കിൽ ഗെയിം ഓവറായി. അതായത് ഒരു മാൻ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഹാങ് ആയിട്ട് തൂങ്ങിയിട്ടുണ്ടെങ്കിൽ ആൾ ഡെഡായി, ഇല്ല എങ്കിൽ ആൾ നമ്മൾ വിൻ ചെയ്തു. അപ്പോൾ ആ രീതിയിൽ അപ്പോൾ ഒരാൾക്ക് 6 ചാൻസ് ആണുള്ളത്. സോ ഒരു 6 ചാൻസിനുള്ളിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു വേർഡ് പറയാന്നുള്ളതാണ്. സോ നമുക്ക് അവിടെ ഒരു വേർഡ് ജനറേറ്റ് ചെയ്യണം. നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ ഒരു വേർഡ്, ഒരു ലെറ്ററിൽ നമ്മൾ ഗസ് ചെയ്യും. സോ ആ ലെറ്റർ കമ്പ്യൂട്ടർ ചൂസ് ചെയ്യുന്ന ഒരു വേർഡിൽ നിന്ന് കറക്റ്റ് ആയിട്ടാണോ, ഇപ്പോൾ ഒരു ആപ്പിൾ എന്ന് പറയുന്ന ഒരു വേർഡാണ് കമ്പ്യൂട്ടർ എടുത്തിരിക്കുന്നതെങ്കിൽ നമ്മൾ യൂസർ കൊടുക്കുന്ന വേർഡ് കറക്റ്റ് ആയിട്ടാണെങ്കിൽ അതിനകത്തേക്ക് റീപ്ലേസ് ചെയ്തിട്ട് വരുവാണ് ചെയ്യണത്. അല്ല എങ്കിൽ ഒരു ലൈഫ് ലോസ് ചെയ്തു, ദെൻ ഹാങ്മാൻ്റെ ഒരു ഇമേജ് അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യണത്. അതായത് ഹാങ്മാൻ പതുക്കെ തൂങ്ങി വരുന്നതിൻ്റെ ഒരു ഓരോ സ്റ്റെപ്പ്, അതായത് ഓരോ ലൈഫ് തീരുന്നതിനനുസരിച്ച് ഹാങ്മാൻ ഹാങ്ങായി വരുന്നു. ദെൻ എല്ലാ ലൈഫും ക്ലോസ് ആയിട്ടുണ്ടെങ്കിൽ ആൾ അല്ലെങ്കിൽ ഗെയിം ഓവറായി എന്നുള്ള രീതിയിലാണ് മെസ്സേജ് വരുന്നത്. സോ നമുക്ക് കമ്പ്യൂട്ടർ വഴി അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനകത്ത് നമ്മൾ ലിസ്റ്റ് വഴിയോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും കുറച്ച് വേർഡുകൾ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ തന്നെ ചൂസ് ചെയ്യുന്നു. അതിനകത്തുനിന്ന് റാൻഡായിട്ട് ഏതെങ്കിലും നമ്മൾ കൊടുത്തിട്ടുള്ള ലിസ്റ്റിനകത്ത് പല നെയിമുകൾ കൊടുത്തിട്ടുണ്ടാവും. അതിനകത്തുനിന്ന് റാൻഡമായിട്ടൊരു നെയിം ചൂസ് ചെയ്യുന്നു. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പിനകത്ത് വേണ്ടത് ഒരു വേർഡ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ പറഞ്ഞു കൊടുക്കുകയല്ല ചെയ്യുന്നത്, അതായത് യൂസർ പറഞ്ഞു കൊടുക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അതിനകത്തൊന്നെങ്കിൽ ഒരു ലിസ്റ്റ് വഴി കുറച്ച് വേർഡുകൾ ജനറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആപ്പിൾ, ടെലിഫോൺ, അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും നെയിമുകൾ, വാട്ടർ ബോട്ടിൽ, അതുപോലെ തന്നെ ലൈറ്റ്, അങ്ങനെ എന്തെങ്കിലും വേർഡുകളൊക്കെ പല വേർഡുകൾ ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിനകത്തുനിന്ന് ഒരു റാൻഡമായിട്ടുള്ളൊരു വേർഡ് ജനറേറ്റ് ചെയ്യും. സോ അങ്ങനെ ഒരു വേർഡ് ജനറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്ക് വേണ്ടത് എന്താണ്, ആ വേർഡിനനുസരിച്ച് ഇപ്പോൾ ആപ്പിൾ എന്ന് പറയുന്ന ഒരു വേർഡാണെങ്കിൽ ആപ്പിളിൻ്റെ എത്ര ലെറ്റേഴ്സ് ഉണ്ടോ അതിനനുസരിച്ച് ഒരു ബ്ലാങ്ക് സ്പേസ് അവിടെ ജനറേറ്റ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ 6 ബ്ലാങ്ക് സ്പേസ് അവിടെ ജനറേറ്റ് ചെയ്യുക. അതായത് ആ വേർഡിനനുസരിച്ച് ഒരു ബ്ലാങ്ക് സ്പേസുകൾ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പായിട്ട് വേണ്ടത്. എങ്കിലാണല്ലോ യൂസറിനോട് ഒരു ലെറ്റർ അടിച്ചു കൊടുക്കാൻ പറയുമ്പോൾ, ഇപ്പോൾ എ എന്ന് പറയുന്ന ലെറ്ററാണ് യൂസർ അടിച്ചു കൊടുക്കുന്നതെങ്കിൽ കമ്പ്യൂട്ടറിനകത്ത് ചൂസ് ചെയ്തിരിക്കുന്ന വേർഡിനകത്ത് എ വരുന്നുണ്ടെങ്കിൽ അവിടെ ആ ബ്ലാങ്ക് സ്പേസിൽ അവിടെ റീപ്ലേസ് ചെയ്യുന്ന രീതിയിലേക്ക് വരാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് അതിനനുസരിച്ച് ഒരു ബ്ലാങ്ക് സ്പേസ് അവിടെ ജനറേറ്റ് ചെയ്യണം. അടുത്ത സ്റ്റെപ്പായിട്ട് വരേണ്ടത്, നമ്മൾ അങ്ങനെ ബിഹൈൻഡിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചു. അതായത് കമ്പ്യൂട്ടർ ഒരു വേർഡ് ജനറേറ്റ് ചെയ്തു, അതിനനുസരിച്ചുള്ള ബ്ലാങ്ക് സ്പേസ് അവിടെ ജനറേറ്റ് ചെയ്തു. ദെൻ നമ്മൾ യൂസറിനോട് നമ്മുടെ പ്രോഗ്രാം വഴി ചോദിക്കുകയാണ്, ഒരു ലെറ്റർ ഗസ് ചെയ്യാൻ പറയുവാണ്, ഏതെങ്കിലും ഒരു ലെറ്റർ ഗസ് ചെയ്യാൻ പറയുവാണ്. സോ യൂസർ അവിടെ ഇൻപുട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് യൂസർ അവിടെ അടിച്ചു കൊടുക്കും, ഒരു ലെറ്റർ അവിടെ അടിച്ചു കൊടുക്കും. സോ അടുത്ത സ്റ്റെപ്പായിട്ട് വേണ്ടത് കമ്പ്യൂട്ടർ ചെക്ക് ചെയ്യണം. ഇപ്പോൾ യൂസർ ഒരു ലെറ്റർ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ ചെക്ക് ചെയ്യും, ഈ ലെറ്റർ ആ ഒരു വേർഡിനകത്ത് അവൈലബിൾ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യും. ഓക്കെ, അങ്ങനെ ചെക്ക് ചെയ്യും. ദെൻ ചെക്ക് ചെയ്തിട്ട് അതിനകത്ത് 2 കണ്ടീഷൻസ് ഉണ്ടാവും, യെസ് ഓർ നോ കണ്ടീഷൻസ് ഉണ്ടാവും. അതായത് നമ്മളിവിടെ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുവാണ്. സോ യൂസർ അടിച്ചു കൊടുക്കുന്നത് കറക്റ്റ് ആയിട്ടുള്ള വേർഡാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുവാണ്. സോ അതിനകത്ത് കമ്പ്യൂട്ടർ സെലക്ട് ചെയ്തിരിക്കുന്ന അതിനകത്ത് ഉള്ള ഒരു വേർഡാണെങ്കിൽ യെസ് കണ്ടീഷനിൽ പോകും, അല്ല എങ്കിൽ നോ കണ്ടീഷനിൽ പോകും. ഓക്കെ, യെസ് കണ്ടീഷൻ ആണെങ്കിൽ എന്താണ്, കമ്പ്യൂട്ടർ ചൂസ് ചെയ്ത ആ ഒരു വേർഡിനനുസരിച്ച് ഒരു ബ്ലാങ്ക് സ്പേസ് അവിടെ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ബ്ലാങ്ക് സ്പേസിലേക്ക് ആ ഒരു വേർഡിനെ അവിടെ റീപ്ലേസ് ചെയ്യും. ഇപ്പോൾ ഈ ആപ്പിൾ എന്ന് പറയുന്ന ഒരു വേർഡാണ് എടുത്തെങ്കിൽ അതിനകത്ത് APPLE എന്ന് പറയുന്നൊരു വേർഡ് ഉണ്ട്, ലെറ്റേഴ്സ് ഉണ്ട്. സോ യൂസർ അടിച്ചു കൊടുക്കുന്ന എ ആണെങ്കിൽ അവിടെ ആ ബ്ലാങ്ക് സ്പേസിൻ്റെ എ വരുന്ന ബ്ലാങ്ക് സ്പേസ് ഏതാണോ അവിടെ എ എന്ന് എഴുതി കാണിക്കും. അതായത് ആ ബ്ലാങ്ക് സ്പേസ് അവിടെ റീപ്ലേസ് ചെയ്തിട്ട് എ എന്ന് കാണിക്കും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ റീപ്ലേസ് ചെയ്യും. ഇനി ഇല്ല എങ്കിലോ, അവിടെ ഇപ്പോൾ ഇല്ലാത്തൊരു വേർഡാണെങ്കിൽ, ഇപ്പോൾ ബി എന്ന് പറയുന്നൊരു വേർഡാണ് യൂസർ അടിച്ചു കൊടുത്തത്. ആ വേർഡ് ഇപ്പോൾ ആപ്പിൾ എന്ന് പറയുന്ന ബി എന്ന് പറയുന്ന ഒരു ലെറ്ററാണ് അടിച്ചു കൊടുത്തത്. ആപ്പിൾ എന്ന് പറയുന്ന വേർഡിനകത്ത് ബി എന്ന് പറയുന്ന ഒരു ലെറ്റർ ഇല്ല. സോ അതുകൊണ്ട് തന്നെ നോ വന്നു, കണ്ടീഷനിൽ നോ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ലൈഫ് ഒരെണ്ണം ലോസായി. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. യെസ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ റീപ്ലേസ് ചെയ്യും, നോ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ലൈഫ് ഒരെണ്ണം ലോസ് ആവും. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത കണ്ടീഷൻ എന്താണ് വേണ്ടത്, അടുത്ത കണ്ടീഷൻ നമുക്ക് ഈ കണ്ടീഷൻ ചെക്ക് ചെയ്തതിൽ യെസ്, അതായത് റീപ്ലേസ്, നമ്മൾ ബ്ലാങ്ക് സ്പേസിൻ്റെ അവിടെ ആ ഒരു ലെറ്റർ റീപ്ലേസ് ചെയ്തു. അപ്പോൾ അത് യെസ് ആണെങ്കിൽ അവിടെ റീപ്ലേസ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു കണ്ടീഷൻ അവിടെ ചെക്ക് ചെയ്യും, അതിനകത്തുള്ള ബ്ലാങ്ക് സ്പേസുകളെല്ലാം ഫില്ലഡ് ആയോ. ഇപ്പോൾ 6 ബ്ലാങ്ക് സ്പേസ് ആണ് കൊടുത്തതെങ്കിൽ 6 എണ്ണം ഫില്ലഡ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഫില്ലഡ് ആയിട്ടുണ്ടെങ്കിൽ അവിടെ 2 കണ്ടീഷൻ ഉണ്ടാവും, ഫില്ലഡ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് യെസ് ഓർ നോ കണ്ടീഷൻസ് ഉണ്ടാവും. ഓക്കെ, നോ കണ്ടീഷൻ ആണെങ്കിൽ, അതായത് 6 ബ്ലാങ്ക് സ്പേസ് ഉണ്ടെങ്കിൽ 6 എണ്ണം ഫില്ലായിട്ടില്ല എങ്കിൽ, ഇപ്പോൾ ഒരെണ്ണം ആപ്പിളിൻ്റെ എ അടിച്ചു കൊടുത്തുള്ളെങ്കിൽ ബാക്കി അതൊരെണ്ണം ഫില്ലായി, ബാക്കി 5 എണ്ണം കിടക്കുവാണ്, അപ്പോൾ അത് ഫില്ലായിട്ടില്ല. അപ്പോൾ നോ ആണെങ്കിൽ വീണ്ടും യൂസറിനോട് ചോദിക്കും, ഒരു ലെറ്റർ ഗസ് ചെയ്യാൻ ചോദിക്കും. വീണ്ടും ഇതുപോലെ തന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതായത് യെസ് ആണെങ്കിൽ വീണ്ടും അവിടെ റീപ്ലേസ് ചെയ്യും. ദെൻ വീണ്ടും അവിടെ ഒരു ബ്ലാങ്ക് സ്പേസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. 4 ബ്ലാങ്ക് സ്പേസ് കൂടെ അവൈലബിൾ ആണ്, അതുകൊണ്ട് തന്നെ വീണ്ടും യൂസറിനോട് ചോദിക്കും. ഓക്കെ, ബ്ലാങ്ക് സ്പേസ് ഫില്ലഡ് ആയെങ്കിൽ
ബ്ലാങ്ക് സ്പേസ് എല്ലാം ഫില്ലഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഗെയിം ഓവർ, അല്ലെങ്കിൽ അവിടെ യൂസർ വിൻ ചെയ്തു എന്നുള്ള രീതിയിൽ ഗെയിം ഓവർ മെസ്സേജ് വരികയാണ് ചെയ്യണത്. ഇനി നമ്മൾ ആദ്യത്തെ കണ്ടീഷനിൽ, അതായത് ഒരു യൂസർ അടിച്ചു കൊടുത്ത ലെറ്ററിനകത്ത് ഈ ഒരു വേർഡിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള ലെറ്റർ അല്ല എങ്കിൽ അവിടെ ഒരു ലൈഫ് ചൂസ് ചെയ്യുന്നുണ്ട്. അതായത് ചൂസ് ചെയ്യുകയല്ല, അവിടെ ലൈഫ് ലോസ് ആവുന്നുണ്ട്. സോ അങ്ങനെ അവർ യൂസറിൻ്റെ ലൈഫ് ലോസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അടുത്ത സ്റ്റെപ്പ്? കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു കണ്ടീഷനിൽ ഇനി ലൈഫുകൾ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. അതായത് 6 ലൈഫാണ് ഉള്ളത്. 6 ലൈഫാണുള്ളെങ്കിൽ 6 ലൈഫ് അവിടെ ഇനി ബാക്കിയുണ്ടോ, അതായത് 6 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗെയിം ഓവർ എന്നുള്ള രീതിയിൽ മെസ്സേജ് വരും. ലൈഫ് ഇനി ഉണ്ടെങ്കിൽ വീണ്ടും യൂസറിനോട് ഗസ് ചെയ്യാൻ പറഞ്ഞു വരും. ഓക്കെ, അപ്പോൾ യെസ് ആണ് വരുന്നതെങ്കിൽ, അതായത് ലൈഫ് മുഴുവൻ തീർന്നു പോയെങ്കിൽ ഗെയിം ഓവറായി, പ്ലെയർ തോറ്റു അല്ലെങ്കിൽ പ്ലെയർ ലോസ് ആയി എന്നുള്ള രീതിയിൽ മെസ്സേജ് വരും. ലൈഫ് ഇനി ബാക്കിയുണ്ടെങ്കിൽ യെസ് കണ്ടീഷനാണ് വരുന്നത്. സോ നോ കണ്ടീഷനാണ്. ലൈഫ് ബാക്കിയുണ്ടെങ്കിൽ ദെൻ അതായത് ലൈഫ് ബാക്കിയില്ല എങ്കിൽ, കണ്ടീഷൻസ് എല്ലാം ഫില്ലായെങ്കിൽ ഗെയിം ഓവറായി. കണ്ടീഷൻസ് അല്ല, ലൈഫ് ബാക്കി ഉണ്ടെങ്കിൽ, അതായത് ഫില്ലായിട്ടില്ല എങ്കിൽ വീണ്ടും യൂസറിനോട് ചോദിച്ച്, അതായത് യൂസറിനോട് ലെറ്റർ അടിച്ചു കൊടുക്കാൻ പറഞ്ഞു വരും. ഈ കണ്ടീഷൻസ് എല്ലാം ബാക്കി വീണ്ടും റൺ ചെയ്തുകൊണ്ടിരിക്കും. അതായത് നോ വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും യൂസറിനോട് ചോദിക്കും, ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യും. അതിനകത്ത് നോ ആണെങ്കിൽ അവരുടെ ലൈഫ് ഒരെണ്ണം ലോസ് ആവും. ദെൻ ലൈഫ് റിമൈനിങ് ലൈഫ് ബാക്കി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ബാക്കി ഇല്ല എങ്കിൽ ഗെയിം ഓവറായി. ഉണ്ട് എങ്കിൽ ലൈഫിന് ബാക്കി ഉണ്ടെങ്കിൽ യൂസറിനോട് വീണ്ടും ഒരു ലെറ്റർ കൂടി അടിച്ചു കൊടുക്കാൻ പറയും. അപ്പോൾ ഈ രീതിയിലാണ് ഈ ഒരു ഹാങ്മാൻ്റെ ഗെയിം വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഫ്ലോ ചാർട്ട് വരുന്നത്. കോംപ്ലിക്കേറ്റഡ് ആവാൻ സാധ്യതയില്ല. നിങ്ങളൊന്നും കൂടി കോംപ്ലിക്കേറ്റഡ് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഒന്നും കൂടി കേട്ട് നോക്കുക. വളരെ എളുപ്പമാണ്. അതായത് ബേസിക്കലി നോക്കി കഴിഞ്ഞാൽ ഗെയിം പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നു. ദെൻ കമ്പ്യൂട്ടർ തന്നെ ഒരു വേർഡ് ജനറേറ്റ് ചെയ്യുന്നു, റാൻഡമായിട്ട് ചൂസ് ചെയ്തെടുക്കുന്നു. ദെൻ അതിന് എത്ര ബ്ലാങ്ക് സ്പേസ് ഉണ്ടോ അതിനനുസരിച്ച്, ഇപ്പോൾ 10 ബ്ലാങ്ക് സ്പേസ് ഉണ്ടെങ്കിൽ 10 ലെറ്റേഴ്സ് ഉണ്ടെങ്കിൽ 10 ബ്ലാങ്ക് സ്പേസുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. 2 ബ്ലാങ്ക് സ്പേസ് ഉള്ളെങ്കിൽ 2 ലെറ്റേഴ്സ് ഉള്ളെങ്കിൽ 2 ബ്ലാങ്ക് സ്പേസ് ജനറേറ്റ് ചെയ്യുന്നു. ദെൻ അതിനനുസരിച്ച് ഒരു ബ്ലാങ്ക് സ്പേസുകൾ ജനറേറ്റ് ചെയ്യുന്നു. അവരുടെ വേർഡ് എത്രയാണോ, വേർഡിൻ്റെ അകത്തുള്ള ലെറ്റേഴ്സിൻ്റെ കൗണ്ട് എത്രയാണോ അതിനനുസരിച്ച് ഒരു ബ്ലാങ്ക് സ്പേസ് ജനറേറ്റ് ചെയ്യുന്നു. ദെൻ യൂസറിനോട് വീണ്ടും ചോദിക്കുന്നു, അതിനുശേഷം യൂസറിനോട് ചോദിക്കുന്നു ലെറ്റർ അടിച്ചു കൊടുക്കാൻ, ഒരു ഗസ് ചെയ്തിട്ടുള്ള ലെറ്റർ അടിച്ചു കൊടുക്കാൻ പറയുന്നു. അപ്പോൾ യൂസറിന് കാണാമല്ല കമ്പ്യൂട്ടർ ഏതാണ് ചൂസ് ചെയ്തതെന്നുള്ളത്. ഇപ്പോൾ യൂസർ അടിച്ചു കൊടുക്കുന്നത് അതിനനുസരിച്ചുള്ള ലെറ്റർ ആണെങ്കിൽ അവിടെ ആ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യും. യൂസർ അടിച്ചു കൊടുത്തത് കമ്പ്യൂട്ടർ ചൂസ് ചെയ്ത വേർഡിനകത്തുള്ള ഏതെങ്കിലും ലെറ്റർ ആണോ എന്ന് ചെക്ക് ചെയ്യും. ആണ് എങ്കിൽ ആ ബ്ലാങ്ക് സ്പേസിൻ്റെ അവിടെ, ആ ലെറ്ററിൻ്റെ ബ്ലാങ്ക് സ്പേസ് ഏതൊക്കെയാണോ അവിടെ എല്ലാം ആ ഒരു ലെറ്ററിനെ റീപ്ലേസ് ചെയ്യും. അല്ല എങ്കിൽ യൂസറിൻ്റെ ഒരു ലൈഫ് അവിടെ ലോസ് ആവും. അത് യൂസറിന് ഒരു 6 ലൈഫാണ് ഉണ്ടാവുന്നത്. സോ 6 ലൈഫും തീർന്നിട്ടുണ്ടെങ്കിൽ ഗെയിം ഓവർ എന്നുള്ള രീതിയിൽ മെസ്സേജ് വരും. ഇനി റീപ്ലേസ് ചെയ്ത ലെറ്റർ നമ്മുടെ കമ്പ്യൂട്ടർ ഒരു വേർഡ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എത്ര ബ്ലാങ്ക് സ്പേസ് ഉണ്ടെന്ന് കമ്പ്യൂട്ടറിന് അറിയാം. സോ ആ ബ്ലാങ്ക് സ്പേസുകളെല്ലാം ഫില്ലഡ് ആയോ എന്ന് ചെക്ക് ചെയ്യും. ഫില്ലഡ് ആയിട്ടില്ലെങ്കിൽ വീണ്ടും യൂസറിനോട് ചോദിക്കും, അടുത്ത ലെറ്റർ അടിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വരും. സോ ആ രീതിയിൽ വീണ്ടും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ബ്ലാങ്ക് സ്പേസ് എല്ലാം ഫില്ലഡ് ആയിട്ടുണ്ടെങ്കിൽ ഗെയിം ഓവറായി, ആ യൂസർ വിൻ ചെയ്തു എന്നുള്ള രീതിയിൽ ഔട്ട്പുട്ട് വരും. ഓക്കെ, ദെൻ അപ്പുറത്തെ റൈറ്റ് സൈഡിൽ കണ്ടീഷൻസ് ചെക്ക് ചെയ്യുന്ന സമയത്ത്, അതായത് ലൈഫിന് ബാക്കി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ബാക്കി ഇല്ല എങ്കിൽ ഗെയിം ഓവറായി. ഉണ്ട് എങ്കിൽ വീണ്ടും യൂസറിനോട് ലെറ്റർ അടിച്ചു കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് വരും. ഈ ഒരു പ്രോസസ്സർ വീണ്ടും ലൂപ്പായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. വലിയ കുഴപ്പമുണ്ടാവില്ല, മനസ്സിലാവുന്നതെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് നോക്കാം. സോ നമുക്ക് അടുത്ത സെക്ഷനിൽ ഇതിൻ്റെ പ്രോഗ്രാമിംഗ് സൈഡിലേക്ക് പോയിട്ട് അതിൻ്റെ ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നോക്കാം. ബൈ.